ഏയ് വാട്സപ്പ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എൻ്റെ ഫേവറേറ്റ് എവർഗ്രീൻ സബ്ജക്റ്റ് എന്ന് പറയാം, മ്യൂസ് എന്ന് പറയാം, സൺഫ്ലവേഴ്സ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ ഒത്തിരി തപ്പി നടന്നൊരു സംഭവമാണ് സൂര്യകാന്തി പൂക്കൾ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കണ്ടു, കണ്ണൂത്ത് പാടത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തുണ്ട്, അവിടെ ഓൾമോസ്റ്റ് വാടിയിരുന്നു. അങ്ങനെ ഞാൻ റിസർച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ആലപ്പാട് പള്ളിപ്പുറം റോട്ടിൽ സൺഫ്ലവർ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അവിടെ പോയി 2 ദിവസമായിട്ട് ചെയ്തൊരു പെയിൻറ്റിംഗ് ആണിത്. ഇത് ക്യാൻവാസ് 26x36 ഡയമെൻഷൻ വരുന്നുണ്ട്, വലിയൊരു ക്യാൻവാസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഫില്ല് ചെയ്യാനും കുറച്ച് ടൈമും കുറച്ച് കോംപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇതൊരു ഇറ്റ്സ് ഓൾ അബൌട്ട് സൺഫ്ലവർ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഫ്രെയിം കിട്ടി. കുറച്ച് തപ്പി നടക്കേണ്ട വന്നത് എന്താ വെച്ചാൽ കുറച്ച് വലിയ ഫീൽഡാണ്. ഇപ്പോൾ ഈ അടുത്ത സൈഡിൽ നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണാം ഞാൻ ചെയ്യുന്ന സബ്ജക്റ്റ് എൻ്റെ ക്യാൻവാസിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ച്വലി ഉള്ളത്. അത് ഫ്രെയിമിൽ കട്ട് ഓഫ് ആയിരിക്കണം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വലിയൊരു സൺഫ്ലവർ ഉണ്ട്, പിന്നെ കുറച്ച് സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പോസിഷൻ എനിക്ക് കൊള്ളാൻ തോന്നി. അപ്പോൾ അത് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി ഞാൻ പെൻസിൽ സ്കെച്ച് ചെയ്തിരുന്നു. പെൻസിലല്ല, ചാർക്കോൾ പെൻസിലാണ്. ബേസ് ടോണ് അല്ലെങ്കിൽ ഒരു അണ്ടർ പെയിൻ്റ് എന്ന് പറയാം, ക്യാൻവാസ് ഫില്ല് ചെയ്തിരുന്നു. എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു ക്യാൻവാസായി നമുക്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ വരുന്നത് മണ്ണല്ലേ വരുന്നത്, ചെളി അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള മണ്ണല്ലേ വരുന്നത്. അപ്പോൾ അത് ഞാൻ ആ ഒരു ബ്രൗൺ ടോൺ ഫില്ല് ചെയ്ത് അടിയിലേക്ക് വരുമ്പോൾ കുറച്ച് ഗ്രീനിഷൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിൻറ്റിങ് ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ്ങിന് ഒരു മെയിൻ ചാലഞ്ച് എന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് വൈസ് സിമ്പിളാണ്, ബട്ട് നമ്മൾ ടൈം ഉണ്ടല്ലോ, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ടൈം. ഇപ്പോൾ ഞാനിത് ഈ ലൊക്കേഷനിൽ 4 മണിക്കാണ് എത്തിയത്. അപ്പോൾ ഒരു 5 മണിക്കുള്ളിൽ എനിക്കൊരു ഇനീഷ്യൽ ബ്ലോക്കിങ്ങിൽ ചെയ്യണം. എന്താ വെച്ചാൽ 5 മണിക്ക് ശേഷം ടൈം നന്നായി മാറിക്കൊണ്ടിരിക്കും, ലൈറ്റും ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, ഈവനിങ്ങിൽ പോയിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഇതിലുള്ള സബ്ജക്റ്റിൽ വീഴുന്ന ലൈറ്റൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് 2 പ്രാവശ്യം വരേണ്ടതെന്നുള്ള എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പെയിൻറ്റിങ്ങിന്. എന്താ വെച്ചാൽ ഇത് ഫിനിഷ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഈ പെയിൻറ്റിങ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ദിവസത്തെ മോട്ടീവ് വെച്ചാൽ ഇതെങ്ങനെയെങ്കിലും ക്യാൻവാസ് ഫില്ല് ചെയ്യുക, ഒരു കോമ്പോസിഷൻ ഒരു 70% വരെ ഫ്രീസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഏറ്റവും ഡാർക്ക് എനിക്ക് കാണുന്നത് ഈ ഫ്ലവറിൻ്റെ ഹെഡ് വരുന്നില്ലേ, അതിലാണ് വരുന്നത്. അതൊരു ബ്ലാക്ക് അല്ല, പക്ഷെ അത് ഡാർക്ക് കളറാണ് വരുന്നത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ കളർ ഞാനത് ഫസ്റ്റ് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. ബാക്കി ലീവ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കുന്നു. കളേഴ്സ് നമുക്ക് എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിക്കേണ്ടി വരും, എന്താ വെച്ചാൽ വലിയ ക്യാൻവാസ് ആയതുകൊണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് തണ്ണിമത്തൻ, അതായത് വാട്ടർ മെലണൊക്കെ ഉണ്ടായിരുന്ന അടിയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, ഒരു ഐ ക്യാച്ചിങ് അല്ലെങ്കിൽ ഒരു ഫണ്ണി സബ്ജക്റ്റ് ആയിരുന്നു അതിൽ ചിത്രത്തിൽ ആഡ് ചെയ്യാൻ കോമ്പോസിറ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു മുകളിലേക്കുള്ള ഒരു 25%, അതായത് ഈ സൺഫ്ലവറിൻ്റെ ഹെഡ് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള ഭാഗം അത് ലൈറ്റസ്റ്റ് ഏരിയ ആയിരിക്കും. അതായത് ആകാശത്തിൻ്റെ ഡയറക്റ്റ് ആകാശവും അതുപോലെ തന്നെ ആ ലാൻഡും കാണുന്നു. ബാക്കി ഇങ്ങോട്ട് ഗ്രീൻസും അതുപോലെ തന്നെ സൺഫ്ലവർ നിൽക്കുന്ന ഏരിയ കുറച്ച് ഡാർക്ക് ആയിരിക്കും കമ്പാരിറ്റീവ്ലി സ്കൈയും ഇതിനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച കാണുന്നതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളെല്ലാം ഒരു ബ്രൈറ്റ് ഹൈ കീയിലാണ് കിടക്കുന്നത്, ഒരു ബ്രൈറ്റ് ബ്രൗൺ കളറിൽ കിടക്കുന്നത്, ലാൻഡും സോയിലൊക്കെ കിടക്കുന്നത്, അതുപോലെ സ്കൈയും നിൽക്കുന്നത്. അത് ഡിസ്റ്റൻസിലേക്ക് പോകുന്നവരും ബ്രൈറ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സൺഫ്ലവറിൻ്റെ ഇത് നോക്കുമ്പോൾ കാണാം നല്ല ഇൻറ്റൻസിഫൈ ആയ യെല്ലോസാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സൺഫ്ലവറാണ്. അപ്പോൾ അതിനെങ്ങനെ ഞാൻ പുഷ് ചെയ്യുക, അതിൻ്റെ കളർ യെല്ലോ പുഷ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഡയറക്റ്റ് ട്യൂബിൽ നിന്നുള്ള കളർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈറ്റ് ആഡ് ചെയ്യാം. ഇതിനേക്കാൾ കൂടുതൽ വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കോംപ്ലിമെൻ്ററി കളേഴ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി കളേഴ്സ് അതിൻ്റെയൊക്കെ യൂസേജ് വരുന്നത്, അല്ലെങ്കിൽ ഹാർമോണിയസ് ഗ്രേസ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഒരു കളറ്, ഇപ്പോൾ മഞ്ഞയുടെ ഓപ്പോസിറ്റ് കളർ വീല് വരുന്നതാണ് പേർപ്പിൾ. അപ്പോൾ ആ കളറ് ഡയറക്റ്റ് നമ്മൾ കൊടുത്താൽ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരിക്കും, യെല്ലോയായിട്ട് ഒപ്പോസ് ചെയ്ത് നിൽക്കും അത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവശ്യമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ യെല്ലോ സ്റ്റാൻഡ് അലോണായിട്ട് നന്നായി വൈബ്രൻ്റായി നിൽക്കണം. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പേർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂയിഷ് ടോൺ അധികം ആഡ് ചെയ്യാം. പച്ച പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പച്ചയിലും നമ്മളൊരു ബ്ലൂയിഷ് ഗ്രീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് ഈ പെയിൻറ്റിങ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഇത് പറയുകയാണെങ്കിൽ, അനാലജി പറയുകയാണെങ്കിൽ, നമ്മളെപ്പോഴും ഒരു സബ്ജക്റ്റിക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യരുത്. അതിന് മുൻപായിട്ട് ആലോചിക്കുക ഞാൻ എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വലിയ ക്യാൻവാസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം
ഞാൻ എന്നോട് തന്നെ പറയുന്ന എൻ്റെ ആത്മകഥകളാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഈ കളേഴ്സ് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് വേറെ കളേഴ്സ് അധികം യൂസ് ചെയ്യാണ്ട് നോക്കുമ്പോൾ ഒരു ഹാർമണി കിട്ടും, കളർ ഹാർമണി കിട്ടും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ മാറി തുടങ്ങി. ഇതിപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു, 6 മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഭയങ്കര മാറി തുടങ്ങി, നല്ല ഗോൾഡൻ ലൈറ്റൊക്കെ വീഴാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുന്ന സബ്ജക്റ്റിൽ നിന്ന് വളരെയധികം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂൾ ഓഫ് തം എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ വെച്ച് നിർത്താൻ നോക്കുക പെയിൻറ്റിങ്. അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ പ്ലാൻ ചെയ്ത ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്താ വെച്ചാൽ പുതിയ പുതിയ ലൈറ്റിംഗ് എഫക്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ചാടാൻ തോന്നും, അങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താൽ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൈം ഇങ്ങനെ ക്രൂഷ്യലായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തില്ല. പെയിൻറ്റിങ് ഒരു കയോട്ടിക്കായിട്ട് മാറും. എന്താ വെച്ചാൽ ചില ഭാഗങ്ങൾ ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾഡൻ ലൈറ്റ് വീഴുന്നുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിനും അതിൻ്റെ പെറ്റൽസിനും കൊടുത്തു, പക്ഷേ ആകാശത്തിന് അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്റ്റൻസിൽ കാണുന്ന മരങ്ങൾക്കും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെയും പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഹാംസ്റ്ററിൻ്റെ ലൂപ്പ് എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ് ഫോർ ദ ഡേ. അപ്പോൾ ഡേ 2 ഞാൻ വന്നു. ഇതിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ഞാൻ വീട്ടിൽ നിന്നും ചെയ്തിരുന്നു. എന്താ വെച്ചാൽ നമ്മളൊരു നല്ലൊരു സബ്ജക്റ്റ്, നല്ലൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇറസിസ്റ്റബിളായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് നല്ല ചൂടാണ്, നല്ല വാർണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമറ്റ് വൈസ് നോക്കുമ്പോൾ. അപ്പോൾ അതായത് ഞാനൊരു നല്ലൊരു പോർഷൻ വീട്ടിൽ നിന്ന് തന്നെ ചേഞ്ചസ് ചെയ്തിരുന്നു പെയിൻറ്റിങ്ങിൽ. അതായത് എനിക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് കൊടുക്കാനൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലൊരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തെന്ന് പറയാം. അങ്ങനെ ഞാൻ ഒരു ഈവനിങ് അഗൈൻ അതേ ടൈമിൽ തന്നെ തിരിച്ചു വന്നു ലൊക്കേഷനിൽ. എന്താ വെച്ചാൽ നമുക്ക് ടൈമിങ് ക്രൂഷ്യലാണ്. നമ്മൾ ഏത് ടൈമിലാണ് ചെയ്തത്. ഇപ്പോൾ ഈവനിങ് ടൈമിൽ സണ്ണ് നിൽക്കുന്ന ഏരിയ ഓപ്പോസിറ്റ് ആയിരിക്കും ഡേ ടൈമിൽ ഉണ്ടാവും, അതായത് മോർണിംഗിൽ. അപ്പോൾ ഞാൻ മോർണിംഗിൽ വന്നാൽ വേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വന്നിട്ട് ചെറുതായിട്ടൊരു മിനുക്ക് പണികൾ ചെയ്യുന്നറിയാം. കൂടുതൽ നൈഫും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എനിക്ക് ഷാർപ്പ് എഡ്ജസ് ഒക്കെ യൂസ് ചെയ്യാൻ നിൽക്കുകയാണ്. പാലറ്റ് നൈഫ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പെയിൻറ്റ് ഓൾറെഡി ഞാൻ ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ അത്യാവശ്യം പെയിൻറ്റ് തിക്കായിട്ടിരിക്കുന്നത്. ഈ സൺഫ്ലവറിൻ്റെ ഭാഗമൊക്കെ നല്ല ഹെവി ടെക്സ്റ്റേഴ്സാണ്. അപ്പോൾ ടെക്സ്റ്റേഴ്സ് യൂസേജിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കാണിക്കേണ്ട ഒരു ഭാഗത്ത് ടെക്സ്റ്റേഴ്സ് കൊടുത്താൽ അതൊരു 3D പോലെ എഫക്റ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ കണ്ട് സൺഫ്ലവറിൻ്റെ ഭാഗം നല്ല തിക്കാണ്, നല്ല തിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബ്രഷ് വെച്ച് നമുക്ക് ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് തന്നെയായാലും ഈ പെയിൻറ്റിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ പെയിൻറ്റിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ പറയില്ല, കുറേ പെയിൻറ്റിങ്സ് ചെയ്താൽ കുറച്ച് പെയിൻറ്റിങ്സ് വളരെയധികം ടച്ചിങ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയാം ഇതിനെ. സബ്ജക്റ്റ് വൈസ് ആയാലും നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും പറയാം. പിന്നെ ഇതിലെ കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയോ എൻജോയ് ചെയ്ത് അതുപോലെ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ് ആൻഡ് കീപ് പെയിൻറ്റിങ് ഗൈസ്.